വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടായാണ് നടൻ ജഗതി ശ്രീകുമാർ അറിയപ്പെടുന്നത്. കോമഡിയും സീരിയസ് വേഷവും എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്ത ജഗതി സിനിമകളിൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചട്ടമ്പി കല്യാണി എന്ന സിനിമയിലാണ് ജഗതി ശ്രീകുമാർ ആദ്യമായി അഭിനയിക്കുന്നത്. അടൂർ ഭാസിയുടെ ചിങ്ങിടിയായ പയ്യന്റെ വേഷമായിരുന്നു ഇത്. പിന്നീട് തന്റെ പ്രകടനം കൊണ്ട് ജഗതി അനശ്വരമാക്കിയ രംഗങ്ങളും സിനിമകളും എണ്ണിയാലൊടുങ്ങാത്തതാണ്. സിനിമയിൽ എന്നതുപോലെ ഓഫ് സ്ക്രീനിലും ആരാധകർക്ക് പ്രിയപ്പെട്ട നടനായിരുന്നു ജഗതി. സിനിമകളിൽ നിറഞ്ഞു നിൽക്കവെയാണ് ജഗതിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടാകുന്നത്. 2012 മാർച്ച് മാസത്തിൽ വാഹനാപകടത്തിൽപ്പെട്ട ജഗതി ഏറെ നാൾ ചികിത്സയിലായിരുന്നു. അപകടത്തിലെ ആഘാതം സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് നടനെ എത്തിച്ചു. ജഗതി എന്ന കലാകാരൻ ഇടവേളയിലേക്ക് പ്രവേശിക്കുന്നതിന് ആരോഗ്യസ്ഥിതിയും കാരണമായി. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം CBI 5 എന്ന സിനിമയിൽ ജഗതി അഭിനയിച്ചു. അപ്പോഴും സിനിമാ ലോകത്തിന് പ്രിയപ്പെട്ട ജഗതി ശ്രീകുമാറായി തിരിച്ചു വരാൻ നടന് സാധിച്ചില്ല. ഇപ്പോഴിതാ ജഗതിയെക്കുറിച്ചുള്ള നടി ഗായത്രി വർഷയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. മീശ മാധവനിൽ ജഗതിയോടൊപ്പമുള്ള ഗായത്രിയുടെ രംഗങ്ങൾ വലിയ ഹിറ്റായി മാറിയതായിരുന്നു. ഇന്നും ആരാധകർ ഓർത്തിരിക്കുന്ന കോംബോയാണ് പിള്ളേച്ചനും സരസവും. ജഗതി ചേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഭയമാണെന്നാണ് ഗായത്രി പറയുന്നത്. ജഗതി ചേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് ചിരിക്കുമെന്നത്. പക്ഷേ എനിക്കൊന്നും ചിരിക്കാനേ ഒരിക്കലും പറ്റിയിട്ടില്ല. ജഗതി ചേട്ടന്റെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ എനിക്ക് ആത്യന്തികമായി ഉള്ളത് ഭയങ്കരമായ ഭയമാണ്. ഹെഡ് മാസ്റ്ററിന് മുൻപിൽ ഒരു കുട്ടി നിൽക്കുന്ന ഭയത്തോടെ ആയിരിക്കും നിൽക്കുക എന്നാണ് ഗായത്രി പറയുന്നത്. 8 തവണ റിഹേഴ്സ് ചെയ്താൽ 8 തവണയും 8 സാധനങ്ങളായിരിക്കും. അഭിനയത്തിന്റെ 8 തലങ്ങളായിരിക്കും അത്. പക്ഷെ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ക്യാൻവാസിനകത്തു നിന്നാണ് 8 ഭാവങ്ങളും തരിക. നമ്മൾ ഇങ്ങനെ നിന്നു പോകും. നമ്മളുടെ റിയാക്ഷൻ പോലും മറന്ന് ഇതെന്താണ് കാണിക്കുന്നതെന്ന് ഓർത്ത് നിന്നു പോകും എന്നും ഗായത്രി പറയുന്നു. അതേസമയം ഈ അടുത്ത കാലത്ത് ഒരു മുതിർന്ന നടനിൽ നിന്നും തനിക്ക് നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ചും ഗായത്രി വെളിപ്പെടുത്തിയത് വൈറലായിരുന്നു. ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന കോമഡി ചെയ്യുന്ന ഒരു നടൻ എന്റെ ഏതോ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രസംഗം കണ്ട് വേഗം എന്നെ വിളിച്ചു. താൻ ഇത്രയൊക്കെ സംസാരിക്കുമോ, താൻ പുസ്തകമൊക്കെ വായിക്കുമോ, താൻ ഭയങ്കര മിടുക്കിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. താൻ ഇവിടെ നിന്നാൽ പോരാ, നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് തെളിഞ്ഞു വരണമെന്നും പറഞ്ഞു. അടുത്ത സിനിമയിൽ സംവിധായകനോട് ഞാൻ പറയാമെന്നും അദ്ദേഹം പറഞ്ഞതായി ഗായത്രി പറയുന്നു. സന്തോഷം ചേട്ടാ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കാണേണ്ടതുപോലെ കാണണമെന്നായിരുന്നു പിന്നീടുള്ള അയാളുടെ മറുപടി. ചേട്ടാ, നിങ്ങൾ ക്യാമറ കാണുന്നതിന് മുൻപേ ക്യാമറ കണ്ടതാണ് ഞാൻ. ഇതിലും വലിയ സൂപ്പർ താരങ്ങളുടെയും സംവിധായകരുടെയും കൂടെ അഭിനയിച്ചതുമാണ്. അവരെ ആരെയും വേണ്ടാത്തതുപോലെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അയാൾക്ക് തക്ക മറുപടി കൊടുത്തുവെന്നും ഗായത്രി പറഞ്ഞു. ഗായത്രിയുടെ ഈ വെളിപ്പെടുത്തൽ പ്രേക്ഷകർക്കിടയിൽ വൈറലായിരുന്നു. നിരവധി പേരാണ് ഗായത്രിയെ അനുകൂലിച്ച് കമന്റ് ഇട്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.